ഹേ ഗായ്സ്, അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. യെസ്, നമുക്ക് കൊടൈക്കനാൽ പോയ വഴിക്ക് നമുക്കൊരു ചെറിയൊരു ആക്സിഡൻ്റ് അല്ല, ഒരു തട്ടൽ. അന്ന് കൊടൈക്കനാലിൽ നമ്മൾ നേരെ റോഡ് ട്രിപ്പിലുണ്ട്. റോഡ് ട്രിപ്പിൽ കൊടൈക്കനാൽ നമ്മൾ കയറി നമ്മൾ ആ ഒരു ഹെയർ പിന്ന് കയറി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഏതാണ്ട് ഒരു 9 മണിയായി കാണും അല്ലേ? 10 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് നമ്മളെ വണ്ടിക്കകത്ത് ഇടിച്ചത്. അത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞില്ല, കാരണം വൈബ് കളയണത് മാത്രമല്ല, അതുപോലെ വീട്ടിലൊക്കെ പറഞ്ഞ എല്ലാവരും ടെൻഷൻ അടിക്കും. അവളെ വീട്ടിൽ പറഞ്ഞാൽ എല്ലാവരും ടെൻഷൻ അടിക്കും, കാരണം മൃദുലേ കൊണ്ട് കൂടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ വരുന്നത് വരെ ഒരു ടെൻഷൻ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നത് നിങ്ങൾക്കും ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയാഞ്ഞത്. വീട്ടിൽ വന്നിട്ട് സേഫായിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരുടെ അടുത്തും പറയാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ എനിവേ വണ്ടി സത്യം പറയാലോ, നമ്മളെ വണ്ടി എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞ് ഇല്ലേ, ഇതുവരെ തട്ടിയിട്ടോ അങ്ങനെ ഫസ്റ്റ് തട്ടല വയസ്സ് ഇതുവരെ തട്ടിയിട്ടോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടി അത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് വണ്ടി വെച്ചുള്ള കളി നമ്മൾ ഇതുവരെ ചെയ്യാറില്ല. നമ്മളെ വണ്ടിയിലും വളരെ പതുക്കെ പോകാറുള്ളൂ. അപ്പോൾ വണ്ടിക്ക് ഇങ്ങനെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിപ്പോയി. കാരണം നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു വണ്ടി നമുക്ക് 1 വർഷമായിട്ട് ഒരു പ്രശ്നമില്ല, ഒരു സ്ക്രാച്ചും ഇല്ലാത്ത വണ്ടി പെട്ടെന്ന് അയ്യോ ആ ഞണിങ്ങിയത് കണ്ടപ്പോൾ ഇല്ലേ വെച്ച് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പം വണ്ടി കാണിച്ചു തരാം കേട്ടോ. വണ്ടി അങ്ങോട്ട് പോടാ. വണ്ടി തമിഴ്നാടിന്റെ ആ ഒരു ചിഹ്നം അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നെങ്കിലും അപ്പൊ സത്യത്തിൽ ഡെഡ് ആയി പോയെങ്കിലേ മൈൻഡ് കരഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പൊ എനിവേ വണ്ടി ഒരു ഷേപ്പും ഇല്ല. അതെ അതെ അതെ. പിന്നെ ഒരു കാര്യം കാര്യം നമുക്ക് ആ ടൈമിൽ ഇല്ലേ മൃദുലേ, ആ ടൈമിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുമല്ല, ഒന്നാമത്തെ കാര്യം അവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് അവിടെ അവന്മാർക്ക് ലക്കും ഇല്ല, ലഗാനും ഇല്ല. ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പം അവന്മാർക്ക് യാതൊരു ലക്കും ഇല്ല. അവന്മാർ ആ വളവിന് വന്ന സ്പീഡ് കൈസ് സാധാരണ അവിടെ സ്പീഡ് ലിമിറ്റ് എടുത്തിട്ടുണ്ട് 30. അതായത് നമ്മളറിയില്ല, ഹൈ റേഞ്ചിലൊക്കെ 30 കൂടുതൽ സ്പീഡ് റേഞ്ച് പാടില്ല. അങ്ങനത്തെ ഇതിൽ എനിക്ക് തോന്നുന്നു അവ എന്തായാലും ഒരു 60-70 ആ ബസ്സിന് വന്നത് ഉറപ്പാണ്. ആ വളവിന് അത്ര വീശടിച്ച് ആ രാത്രിയിൽ. അത് കോട കാരണം. ഒന്നാമത്തെ കാര്യം റോഡ് പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ആ ഇടിച്ച നേരത്ത് കോടയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും രാത്രി ഒരു ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ സ്പീഡ് ലിമിറ്റും അതൊരു ബസ്സിന് എത്രയാണെന്നുള്ള ഒരു കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരെ വണ്ടി ഓട്ടിക്കുന്നത്. ആ ബസ് വന്ന ആ ഒരു സ്പീഡ്, നമ്മൾ ആ സ്പീഡ് കണ്ടിട്ട് നമ്മൾ ചവിട്ടി നിർത്തി. പക്ഷേ അവൻ ചവിട്ടാത്തതാണോ ചവിട്ടിയിട്ട് നിൽക്കാഞ്ഞതാണോ ആ ബസ് നിറച്ച ആളും ഉണ്ടായിരുന്നു. വന്ന് ഡയറക്റ്റ് ഇടിക്കുകയായിരുന്നു. അവൻ വെട്ടിച്ചുകൊണ്ട് ഫ്രണ്ട് ഇടിച്ചില്ല, വന്ന് സൈഡിൽ ഇടിച്ചില്ലേ. അപ്പുറത്തെ സൈഡിൽ മുറി ഓപ്പോസിറ്റ് ആയിരുന്നു, ആ സൈഡിലായിരുന്നു അവൾ ഇരുന്നത്. പക്ഷെ ഈ ഇടി കാണുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കര ഇടി കണക്ക് തോന്നും. പക്ഷെ ഇടി അല്ലായിരുന്നു അത്. ഇതിന്റെ ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് അതിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഇമ്പാക്റ്റ് ഉള്ള ഇടിയൊന്നും അല്ലായിരുന്നു. നമ്മൾ വണ്ടി ഇരുന്നപ്പം ജസ്റ്റ് ഒരു ശബ്ദം കേട്ടു, ഇറങ്ങി വരുന്നു. ആ ഇടി കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ ഇടിയായിരുന്നു നമുക്ക് തോന്നുന്നത്. ഇത് ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു, നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ചെന്നിട്ട് അടിച്ചു നൂത്തതാ. അതെ അതെ. ഈ സാധനം ഇത് 2 ലെയറായി. ഇത് 2 ലെയറാണ്. അങ്ങനെ ആവത്തില്ല. വേണ്ട, ഇത് രണ്ട് പീസ് അതുകൊണ്ട് പൊട്ടിപ്പോയി. 2 പീസായി പോയി. ഇത് പൊട്ടി അങ്ങനെ ഈ ടയറിൽ മുട്ടുമായിരുന്നു ഇതിന്റെ ഒരു പീസ് വന്നിട്ട്. പിന്നെ അവിടെ നിന്ന് ഒരു മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വന്ന് ഇത് അടിച്ച് മേലോട്ടാക്കി. വണ്ടി ഓടുന്ന കണ്ടീഷൻ അല്ലായിരുന്നു ആക്ച്വലി. കട്ടറൊക്കെ ഇടുമ്പോൾ ഇത് തട്ടുമായിരുന്നു. സത്യം പറഞ്ഞ ട്രിപ്പിന്റെ ആ ഒരു ഇത് ആദ്യം ആ ഒരു ഇത് പോയ മീൻസ് പിന്നീട് നമുക്ക് പിന്നെ വണ്ടി ആകുമ്പോൾ ഇങ്ങനെയാണ് കൈസ് തട്ടും. അതിന് നമ്മളെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. വണ്ടിയൊക്കെ വണ്ടിയല്ലേ, അത് തട്ടമുട്ടൊക്കെ ചെയ്യും. അതൊക്കെ കാര്യം ഇവിടെ ഇതിന്റെ അകത്തൊക്കെ ബെൻഡായി. അവിടെ ചെന്നിട്ട് മാറണം കേട്ടോ. അത് മാത്രമല്ല, ഈ ഡോറ് റീപ്ലേസ് ചെയ്യണം, ഈ പീസ് ഫുള്ള് റീപ്ലേസ് ചെയ്യണം. ഇല്ല വെച്ചു ഇത് അവരെങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളിപ്പോൾ സർവീസ് സെന്ററിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുക. അപ്പം ഈ പീസ്, ഈ ഡോറ് റീപ്ലേസ്, ഈ സാധനം റീപ്ലേസ്, ഇത് പൊട്ടി, ഇതിന്റെ ലോക്കൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഇത്രയും പീസ് വണ്ടിക്ക് റീപ്ലേസ് ആണ് സുഹൃത്തുക്കളെ. അയ്യോ, അപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ട് അയ്യോ വേറെ നമുക്കൊന്നും പറ്റാഞ്ഞത് എന്തോ ഒരു ഭാഗ്യം. അപ്പൊ വണ്ടി ആകുമ്പോ നമുക്ക് ശരിയാക്കി എടുക്കാം. അതുകൊണ്ട് വലിയ ഭാഗ്യം. അതുകൊണ്ട് ആ ടൈമിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പേടിച്ചായിരുന്നു ആ സമയത്ത്? പേടിച്ചില്ലല്ലേ? നമ്മളാരും പാനിക്കൊന്നും ആയില്ല അങ്ങനെ. പക്ഷെ വണ്ടി കണ്ടപ്പം ഇതായിപ്പോയി. പെട്ടെന്ന് വണ്ടി കയറി വന്ന് അങ്ങ് ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം അങ്ങ് കഴിഞ്ഞ പോലെ ഒരു ഫീൽ ആയിരുന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു മലയാളത്തിൽ, അവന് മനസ്സിലായോന്ന് എനിക്ക് അറിഞ്ഞൂടാ. തമിഴിൽ 5 ചീത്ത പറഞ്ഞു, പഠിച്ചു വെക്കണം. അത് വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അവ അപ്പോഴേ വണ്ടി എടുത്തോണ്ട് അതൊന്നും ഇറങ്ങിപ്പോലും നോക്കിയില്ല. കൈസ് അവന്റെ കയ്യിൽ ഫോൾട്ട് ആണെന്ന് പറഞ്ഞിട്ട് പോലും ഇറങ്ങിപ്പോലും നോക്കില്ല. ബസ്സിൽ ഇരുന്ന് ആരും പോലും ഒന്നും പറഞ്ഞതുമില്ല. ശ്രദ്ധിച്ചായിരുന്നാ? ബ്ലോക്കായ
അതുപോലെ വീതിയില്ല മെയിനായിട്ട്. വീതിയില്ല ഗൈസ്, നമുക്ക് ഇന്ന് സംസാരിക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. അത് റേഞ്ച് ഇല്ല, റേഞ്ചും ഇല്ല, നമുക്ക് എവിടാന്ന് അറിയത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗൂഗിൾ നമുക്ക് നമ്പർ പോലും നോക്കാനുള്ള റേഞ്ച് ഇല്ല, കോൾ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. നൈറ്റ് ഒന്നാമതായാലും മൃദുലയിരിക്കുന്നു, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോൾ അത് ഹൈ റേഞ്ച് റോഡും അല്ല, ഹൈ റേഞ്ച് വണ്ടി മൊത്തം ബ്ലോക്കുമായി. പിന്നെ അവൻ്റെ പാട്ടിനെ എടുത്തുകൊണ്ട് പോയി. നമുക്ക് വേണമെങ്കിൽ ലീഗലി മൂവ് ചെയ്യാനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് അവരുടെ ഡിപ്പോയിൽ ആളെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് അതിനൊക്കെ കുറേ സമയം എടുക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് അവർ തരും, പക്ഷേ അതിനൊക്കെ കുറേ ടൈം എടുക്കും. അതിന് ആ വണ്ടി അത്രയും നേരം അവിടെ ബ്ലോക്ക് ആവും, അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു മെനക്കേടിനൊന്നും നിന്നില്ല. ഒന്നാമത് രാത്രി കൂടി ആയതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ ഹോട്ടലിൽ പോയി. അവർക്ക് ഭയങ്കര ടയർഡായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയായിരുന്നു. പിന്നെ അത് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് പിന്നെ വേറെ ഒന്നിനും നിന്നില്ല, നമ്മൾ പോയി കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മ വണ്ടി കണ്ടപ്പോൾ എന്ത് തോന്നി? ഇന്നലെ വണ്ടി കണ്ടത് കഴിഞ്ഞ വെച്ചാൽ ഒരു സ്ക്രാച്ച് വന്നാൽ പോലും കൊച്ചുവാണെങ്കിൽ ഇങ്ങനെ നോക്കി ഇരിക്കുന്ന അത്ര ഇതായിട്ട് കൊണ്ടു നടന്നിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ സ്ക്രാച്ച് എങ്ങും. ഒരു വർഷം കഴിഞ്ഞില്ലേ? ഒരു വർഷം കഴിഞ്ഞു. ഇതിപ്പോ കിട്ടിയത് എന്തായാലും നല്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, അതേ ഉള്ളൂ. അത് ശരിയാക്കി എടുക്കാന്നേ ഉള്ളൂ. വണ്ടിയൊക്കെ ആകുമ്പോ ഇങ്ങനൊക്കെ തന്നെ. അതെ, വണ്ടിയൊക്കെ അങ്ങനെ തട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു വിഷയം നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാ. ഇതിപ്പോൾ ആ ടൈമിൽ ഇത് പറയാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. എല്ലാവരും ഫാമിലി, അവളുടെ ഫാമിലി, നമ്മുടെ ഫാമിലി, നിങ്ങളും എല്ലാവരും ഒരു ടെൻഷൻ ആവണ്ട. നമ്മൾ അതാവണ്ട, വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചാൽ പറയാതെ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് പോവാ കേട്ടോ. വണ്ടി കിടക്കുന്ന കിടപ്പുണ്ടോ ഗൈസ്? ഈ സൈഡിലാണ് കിടക്കണം, നോക്ക്, കാണിക്കണണ്ട. വണ്ടി കൊണ്ട് തട്ടി കണ്ടോ അവന്മാർ, കണ്ടോ തട്ടി കയറ്റി വെച്ചിരിക്കുന്നുണ്ടോ? വണ്ടി കിടക്കണ ഈ സൈഡിൽ. ഗൈസ്, ഇപ്പോൾ ഇതായിരുന്നു കേട്ടോ അന്ന് രാത്രി സംഭവിച്ചത്. നമ്മൾ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞതുകൊണ്ട് തന്നെ പുള്ളി അപ്പോഴേ വണ്ടി എടുത്ത് വലിയായിരുന്നു. പിന്നെ എന്തോ ദൈവം സഹായിച്ച് നമുക്കാർക്കും ഒന്നും പറ്റിയില്ല, അത് തന്നെ വലിയ കാര്യം. നമ്പർ എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല, കാരണം ഈ ഒരു പരസ്യത്തിൻ്റെ ആ ഒരു ബാനർ ഇങ്ങനെ അടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്പർ കറക്റ്റ് ഫുള്ളായിട്ടില്ല. കാരണം ബാക്കിലോട്ട് അതിന് അടിയിലോട്ട് നമ്പർ ഉണ്ട്. നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പ് സ്റ്റാർട്ടിങ് തന്നെ ഇത്തിരി ട്രബിൾ ആയിരിക്കുകയാണ്. ഇന്നലത്തെ ഒരു നൈറ്റും ഉണ്ട്. അപ്പോൾ അതാണ്ട് തന്നെ ശരിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ വർക്ക്ഷോപ്പിൽ നിന്ന് എന്നെ ഒന്നാമത്തെ കാര്യം നമ്മളെ സമയദോഷത്തിൽ നിന്ന് ഞായറാഴ്ചയും കൂടിയാണ്, വർക്ക്ഷോപ്പെല്ലാം അവധിയാണ്. രാവിലെ വന്ന് അവരിത് ടയർ ഊരിയിട്ട് ഈ ഒരു ബെൻഡ് ഇളക്കിയാലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ടയറിൽ ഇത് തട്ടും കേട്ടോ. എന്തായാലും ഈ പീസ് ഫുള്ള് മാറിയേ പറ്റും സുഹൃത്തുക്കളെ. ഈ ഡോറ് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴേ വണ്ടി എടുത്ത് പോയി. നമുക്ക് പിന്നെ ഫോളോ ചെയ്ത് പോകാൻ ഒന്നിനും പറ്റത്തില്ല, കാരണം ചെറിയ ഒന്നും റോഡിന് വീതിയില്ല, ഫുൾ റോഡ് പിന്നെ ബ്ലോക്കായി. അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ മൃദുലേക്ക് ഒന്നും അത് അവള് കാറിലിരിക്കുന്നു, നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാണ്? ആ സിറ്റുവേഷനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് റോഡില്ല, നമ്മൾ റോഡിന്റെ ഇങ്ങനെ അറ്റമാണ്, റോങ് സൈഡ് കയറി വന്ന് അല്ലെങ്കിൽ ഫ്രണ്ട് ഇടിച്ചാണ്. അതെ അതെ, ഈ ഹോട്ടലാട്ടോ അവള് താമസിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ നമ്മൾ ഈ കൊടൈക്കനാൽ വീഡിയോ ഇടത്തില്ല, കാരണം ഇതിട്ട് കഴിഞ്ഞാൽ വീട്ടിലെ അമ്മയും അച്ഛനും അവളുടെ വീട്ടിലും എല്ലാവരും ടെൻഷനാവും. ഇത് കാണുന്നത് നിങ്ങൾക്കും ആ ഒരു ടെൻഷൻ വരും. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ സേഫായിട്ട് എത്തിയിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു അപകടം പറ്റിയ കാര്യം എന്തായാലും നമ്മൾ വീഡിയോ ഇടുന്നോളൂ എന്ന് വിചാരിച്ചേട്ടോ. ആ വണ്ടിയിട്ട് അടിക്കുന്നതായിട്ട് സങ്കടം വരും സുഹൃത്തുക്കളെ, സങ്കടം വരും. ഗൈസ്, അപ്പോൾ ഈ ചേട്ടൻ്റെ പേരാണ് മാരി കേട്ടോ. നമ്മളന്ന് കൊടൈക്കനാൽ നൈറ്റ് ആക്സിഡൻറ്റ് പറ്റിയ ദിവസം വണ്ടി ഒട്ട് റണ്ണിങ് കണ്ടീഷനിലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് ഈ ചേട്ടനെ അന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതുമല്ല പിറ്റേന്ന് നമ്മളെ സമയദോഷം എന്ന് പറയട്ടെ, പിറ്റേന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഫുള്ള് വർക്ക്ഷോപ്പൊക്കെ അവധിയായിരുന്നു. അപ്പോൾ ചേട്ടൻ ആരുടെ വീട്ടിലൊക്കെ പോയിട്ടാണ് നമ്മളെ ഹോട്ടൽ റൂമിലോട്ട് ആളെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ആ ടൈമിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാൻ കാണുമല്ലോ ഗൈസ്. അപ്പോൾ ആ ടൈമിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചേട്ടൻ നമ്മൾ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫാമിലിയായിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. ചേട്ടൻ തെങ്കാശിയിലാണ്. വണ്ടി ഒന്ന് തട്ടി വാ, കാണിച്ചു തരാം. ഒരുത്തൻ ബസ് കൊണ്ട് കയറ്റിയതാ, വീഡിയോ എടുത്തിട്ടുണ്ട്. അവൻ നിർത്തി തട്ടിയിട്ട് അവനെ നിർത്തി പോലും എടുത്തോണ്ടങ്ങ് പൊക്കളഞ്ഞു. ഇതൊരു വല്ലാത്ത ഇടിയായി പോയല്ലോ. ട്രാൻസ്പോർട്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് വെച്ച് ഇടിച്ചിട്ട് പോകാൻ അല്ല, ഇത്രയും നാള് പേണി പെരുകി കൊണ്ട് കിടന്നിട്ട് നോക്കിയാണ്. അത് ചെറുതങ്ങാണോ ഒറ്റ ഇടിച്ച് ഇതാക്കി കളഞ്ഞു. പിന്നെ അതുമല്ല, ഈ സൈഡും അല്ലായിരുന്ന സീറ്റ്, അവിടെ ആളിരിക്കും. അവളെ അപ്പുറത്തായിരുന്നു. പക്ഷെ ഈ നിങ്ങൾ കാണുമ്പോൾ തോന്നി ഈ അടി ഒരു ഭയങ്കര ഇടിയാണെന്ന്. പക്ഷെ അത് ഭയങ്കര ഇടിയല്ല, ഒരു കൊച്ചിടിയാണ്. പക്ഷെ ഈ വണ്ടിയുടെ ക്വാളിറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് മഹേന്ദ്രയുടെ ടാറ്റയുടെ വണ്ടിയാണെങ്കിൽ ഇത്രയൊന്നും വരത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഇമ്പാക്ട് ഒന്നും വണ്ടിക്ക് അകത്തിരുന്നിട്ട് നമ്മളൊന്നും അറിഞ്ഞില്ല. പക്ഷെ വണ്ടി ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കര ഇടിയണൊക്കെ തോന്നി. മുമ്പേ പറഞ്ഞ ഇവര് പേടിക്കും, അതുകൊണ്ടാണ് നമ്മൾ പറയാഞ്ഞ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട്. അതാ ഇത്രയും അശ്രദ്ധമായിട്ട് ഓടിക്കുന്ന ഒരു സ്റ്റേറ്റിലും ഇല്ല. നമ്മൾ എന്തെല്ലാം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഇത്രയും ഇതായിട്ട് ഓടിക്കുന്നവന്മാരെ ഞാൻ കണ്ടിട്ടില്ല. അലോയ്ക്കൊന്നും പറ്റിയില്ല. അത് ഭാഗ്യമായി കേട്ടോ. ഈ ഇടിയിൽ അലോയ്ക്ക് വല്ലതും ഇത് ക്ലെയിം ചെയ്യാം, പക്ഷെ ഈ അലോയ്ക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ തേജനായിരുന്നു. അലോയ് ഗൈസ്, നമുക്ക് ഈ 4 അലോയ് സെറ്റ് വാങ്ങിച്ചപ്പോൾ 70 80 അത്ര ടയർ ഉൾപ്പെടെ അത്ര റേറ്റ് ആയി.
അലോയ് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നലെ ട്രിപ്പിൽ ഈ സൈഡ് നോക്കിയിട്ടില്ല കേട്ടോ. കൊടൈക്കനാൽ ഈ സൈഡ് നോക്കുമ്പോൾ വിഷമം വരും. നമ്മള് അപ്പുറം സൈഡ് കൂടെ ഇറങ്ങി അങ്ങ് പോകും. വീഡിയോ കിടക്കുന്നതിൽ അപ്പുറം സൈഡ് പോയിട്ട് വീഡിയോ എടുക്കും. അതാ ഇതെന്തായാലും നമുക്ക് 2 ആഴ്ച എടുക്കൂലടാ. 2 ആഴ്ച എടുക്കും ഇത്. കാരണം ഈ സാധനമൊക്കെ ഇനി ഓർഡർ ചെയ്ത് വന്ന് റീപ്ലേസ് ചെയ്ത് എല്ലാരും പൊതുവേ പറയുന്നില്ല. എന്നാലും നമ്മളൊക്കെ നമ്മളെ യാത്രയിലുണ്ടായ അനുഭവമാണ് കേട്ടോ പറയുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ ആണെന്ന് പറയുമല്ല, പക്ഷെ നമുക്ക് യാത്രയിലുണ്ടായ അനുഭവം ഈ ബംബ് ഓൺ ബോർഡ് എന്ന് പറയുന്ന സാധനം നമ്മളെ കേരളത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ട്രിവാൻഡ്രം പോകുമ്പോഴായാലും ആരും ഒന്ന് ഹോൺ ചെയ്യാനോ അല്ലെങ്കിൽ അവർ അങ്ങനെ നിൽക്കത്തില്ല. നമുക്ക് കാണുമ്പോൾ അറിയാം അതൊരു ഗർഭിണി ഉണ്ട്. ആ ഒരു പരിഗണന കിട്ടിയില്ലെങ്കിൽ ഒരു സാമാന്യ ഒരു മര്യാദ കാണിക്കണം. ഇവിടെ ചെറഞ്ഞു നോക്കോ, നമ്മൾ പെതുക്കെ പോകുന്നതിന് ചെറഞ്ഞു നോക്കോ, അങ്ങനെയൊക്കെ കേട്ടോ. ലൈക്ക് അവർക്ക് അറിഞ്ഞുകൂടെന്ന് തോന്നുന്നു. ഇത് ചുമ്മാ സ്റ്റൈലിന് വെച്ചേക്കുമെന്നായിരിക്കും വിചാരിച്ചേക്കുന്നവരാണ്. സത്യം, അതൊക്കെ ഒരു ഭയങ്കര ഇതായിട്ട് അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ബംബ് ഓൺ ബോർഡ് അങ്ങ് ഇളക്കാം കേട്ടോ. കാരണം ഇനിയിപ്പോൾ എന്തായാലും ഇവക്കിനി അടുത്ത സ്കാനിങ് ഒക്കെ വരാൻ പോവാണ്. എന്നിട്ട് മറ്റേ വണ്ടിക്കകത്തോട്ട് ഒട്ടിക്കാം. കാരണം ഇനിയിപ്പോൾ എപ്പം കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇനി എന്തായാലും മോസ്റ്റ്ലി വേഗം കിട്ടാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക കേട്ടോ. ബമ്പ് അതിനകത്തോട്ട് ഒട്ടിക്കാം. ട്രിവാൻഡ്രത്താണ് കൊടുക്കുന്നത്. അപ്പം 2 വണ്ടിയിലോട്ട് പോയിട്ട് ഇതോട്ട് ഇട്ട് നമ്മൾ മറ്റേ വണ്ടി തിരിച്ചു വരാം കേട്ടോ. അപ്പം പോവാം കൊച്ചു, പോവാം. അപ്പം നമ്മളെ കുട്ടനെ നമ്മൾ പിറന്നിരിക്കാൻ പോവാണ്. അതായത് നമ്മൾ ബാംഗ്ലൂർ റോഡ് ട്രിപ്പ് അടിച്ച് രാത്രി ബാംഗ്ലൂർ പോയിട്ട് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. അതുമല്ല അവിടെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് വണ്ടി ഓടിക്കുന്നത് അവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ ഫുള്ള് ഈ വണ്ടിയിട്ട് കറക്കിയിട്ട് ഒരു സ്ക്രാച്ച് പോലും പറ്റിയിട്ടില്ല. ആദ്യമായിട്ട് കൊടൈക്കനാൽ പോയി. എന്തായാലും കൊടയും വടിയൊക്കെ വാങ്ങിച്ചായിരുന്നില്ലേ? നമ്മൾ കൊട വാങ്ങിച്ചായിരുന്നു കാറിൽ. ചില്ലറ കൊടയൊന്നുമല്ല, ഇതിങ്ങനെ മടക്കാം. അപ്പൊ കാറിൽ വെള്ളമാവൂല. അപ്പം വണ്ടിക്കകത്തുള്ള സാധനങ്ങളെല്ലാം ഇറക്കി കേട്ടോ. അപ്പം പോവല്ലേ? അപ്പം കഴിച്ച് നമുക്ക് നേരെ ട്രിവാൻഡ്രം നെക്സലോട്ട് പോവാം. അപ്പം നീ വണ്ടി ഫ്രണ്ടിൽ എടുത്തോ, ഞാൻ അതിൽ ബാക്കിൽ വരാം. വണ്ടി കൊണ്ട് കൊടുത്തേട്ടോ. നമുക്ക് ഏതാണ്ട് 2 ആഴ്ച കൂടുതലെടുക്കും. സാധനമൊക്കെ ഒന്ന് സെറ്റ് ആണെങ്കിൽ 2 ആഴ്ച കൂടുതൽ. അതുമല്ല ഇന്നർ പാനല് ഔട്ടർ പാനല് എല്ലാം പോയി. അതായത് നമ്മുടെ ഡോറിനകത്തെ പാനൽ വളഞ്ഞിട്ടുണ്ട്, അത് ബെൻഡുണ്ട്. അപ്പോൾ മിക്കവാറും അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറേണ്ടി വരും. ഡോറ് റീപ്ലേസ് ചെയ്യാൻ 2 ആഴ്ച സാധനം ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് ഇട്ടേക്കേണ്ടി വരും. 2 ആഴ്ച കൂടുതലെടുക്കും. നമ്മൾ ഇവിടെ നമ്മുടെ ക്ലൈം ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ഇരിക്കണം. ഇപ്പോഴത്തെ വാഷ്റൂമിലോട്ട് പോയി അത് പോലീസ് സ്റ്റേഷൻ എൻ്റർ ചെയ്തില്ലായിരുന്നു, GD എടുത്തില്ലായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ റേഞ്ചൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മളതിൽ വീഡിയോ സപ്പോർട്ടീവ് വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ നമ്പറൊന്നും വ്യക്തമല്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. നമ്മളെ വണ്ടി ഇതേ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ പച്ച പെയിന്റ് കാര്യമായിട്ടുണ്ട്. നമ്മളെ ഡോറിനകത്തായി ഇന്നർ പാനൽ ബെൻഡായിട്ടുണ്ട്. കൈസ് കാണിച്ചു തരാമേ. അപ്പം വണ്ടി എടുത്ത് ടാറ്റയും പറഞ്ഞ് നമ്മൾ ഇറങ്ങുക. കൊച്ചേ ബൈ ബൈ. നീ അടിപൊളിയായിട്ട് വാ. ഇല്ലടാ കൊച്ചു. ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടി നെക്സ്റ്റ് ഡേ കൊടുത്തു. ഇനി 2 ആഴ്ച കിട്ടും, 2 ആഴ്ച എടുക്കും നമ്മളെ വണ്ടി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ കേട്ടോ. പോവാ. അയ്യോ 2 ആഴ്ചയൊക്കെ പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു. നമുക്കൊന്നും പറ്റിയില്ലല്ലോ. അത് തന്നെ, നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ഗൈസ് അപ്പോൾ ഇതായിരുന്നു നിങ്ങളിത് ഷെയർ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം എന്തായാലും വണ്ടി ഇപ്പം സ്റ്റിൽ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലോ വണ്ടി പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഹോപ്പ് പെട്ടെന്ന് തന്നെ നമ്മളെ കൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? ദൈവം സഹായിച്ച് നമുക്ക് ആർക്കും ഒന്നും പറ്റിയില്ല. മൃദുലേ ഉണ്ടായിരുന്നു. അത് എനിക്ക് വലിയ ടെൻഷൻ ആയി പോയത്. മുറിവായാലും എപ്പോഴും ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിൽ അങ്ങനെ ഇരിക്കത്തില്ല. അപ്പോൾ എന്തായാലും അത് ദൈവസഹായം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും കൊണ്ടായിരിക്കാം. എന്തോ നമുക്ക് ആർക്കും ഒന്നും പറ്റിയില്ല. അത് തന്നെ വലിയ കാര്യം. അപ്പം സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് ലവ് യു ഗൈസ്.